Agreement and its enforceability constitute a contract. അഗ്രിമെൻറ്റിൽ ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കും. കോൺട്രാക്റ്റിൽ എങ്ങനെയായിരിക്കും, ആ അഗ്രിമെൻറ്റിനാണ്, ആ അഗ്രിമെൻറ്റിൻ്റെ എന്താ പറയുക, എൻഫോഴ്സബിലിറ്റീനെ, ആ അഗ്രിമെൻറ്റിൻ്റെ മുകളിലുള്ള എൻഫോഴ്സബിലിറ്റീനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആൻ ലീഗൽ ഒബ്ലിഗേഷൻ, ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവും. പക്ഷെ വേറെ കോൺട്രാക്റ്റിൽ എന്താ, നെസസറി ആയിരിക്കും ലീഗൽ ഒബ്ലിഗേഷൻ. ഓക്കെ, സോറി, അഗ്രിമെൻറ്റിൽ മെ നോട്ട് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. അവിടെ ലീഗൽ ഒബ്ലിഗേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ ഓഫർ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷേ കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. പിന്നെ എവറി എഗ്രിമെൻറ്റ് മെ നോട്ട് ബി എ കോൺട്രാക്റ്റ്. എല്ലാ എഗ്രിമെൻറ്റും എന്തല്ല, ഒരു കോൺട്രാക്റ്റ് അല്ല. പക്ഷേ എല്ലാ കോൺട്രാക്ട്സും എന്തായിരിക്കും, ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എഗ്രിമെൻറ്റിൻ്റെ എൻഫോഴ്സബിലിറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, ഒരു കോൺട്രാക്റ്റ് ആയിരിക്കില്ല. എഗ്രിമെൻറ്റ് ഈസ് നോട്ട് എ കൺക്ലൂഡഡ് ഓർ എ ബൈൻഡിങ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഈസ് കൺക്ലൂഡഡ് ആൻഡ് ബൈൻഡിങ് ഓഫ് ദ കൺസേൺഡ് പാർട്ടീസ്. ഓക്കെ, അത്രയും ഡിഫറൻസസ് ആണ് എന്തുള്ളത്, എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്ട്സിനെ നമുക്ക് കുറച്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ്റെ ബേസിസിൽ നമുക്ക്, അതേപോലെ എക്സിക്യൂഷൻ്റെ ബേസിസിലും ക്രിയേഷൻ്റെ ബേസിസിലും രണ്ടായിട്ട് നമുക്ക് കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ക്രിയേഷൻ്റെ ബേസിസിൽ എങ്ങനെയാണ്, എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആയിട്ട് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഈസ് വൺ വേർ ദ ടേംസ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് ഇൻ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളെ എന്താണോ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ അത് ക്ലിയർലി നമ്മൾ എന്ത് ചെയ്യും, പറയും, അതുപോലെ എഴുതിയിട്ടും ഉണ്ടാവും. ഓക്കെ, അതിനാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ കോൺട്രാക്ട് മേ ബി ക്രിയേറ്റഡ് ബൈ ദ കണ്ടക്ട് ഓർ ആക്ട് ഓഫ് എ പാർട്ടീസ് ആൻഡ് നോട്ട് ബൈ ദെയർ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് ഒരു വേർഡ്സിലോ അല്ലെങ്കിൽ ഒരു റിട്ടൺ ഫോർമാറ്റിലോ എഴുതിയിട്ടുണ്ടാവില്ല. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഇറ്റ് മേ റിസൾട്ട് ഫ്രം എ കണ്ടിന്യൂയിങ് കോഴ്സസ് ഓഫ് കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ്. ഓക്കെ, അതായത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിൻ്റെ ബേസിലോ ഒരു കണ്ടന്റിൻ്റെ ബേസിലോ ഉണ്ടായിട്ടുള്ളതായിരിക്കും ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. അത് ഒരു വാക്കാലെയോ അല്ലെങ്കിൽ ഒരു റിട്ടൺ ഫോർമാറ്റിലോ എഴുതാത്തതായിരിക്കും ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഇപ്പോൾ വേറെ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്ലി എക്സ്പ്രസ്ഡ് ആയിരിക്കും. ആ പേര് പോലെ തന്നെ വാക്കാലെയോ റിട്ടൺ ഫോർമാറ്റിലോ എഴുതിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ബേസിസ് എക്സിക്യൂഷൻ ബേസിൽ. നമ്മളിപ്പോൾ പഠിച്ചത് ക്രിയേഷൻ്റെ ബേസിസിലാണ് കോൺട്രാക്റ്റിൻ്റെ ഡിഫറൻസ്. രണ്ടാമത്തത് എക്സിക്യൂഷൻ്റെ ബേസിസിൽ. എക്സിക്യൂഷൻ്റെ ബേസിസിലും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റും എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വെർ ബോത്ത് പാർട്ടീസ് ഹാവ് ഫുൾഫിൽഡ് ദെയർ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ അണ്ടർ ദ കോൺട്രാക്റ്റ്. രണ്ട് പാർട്ടീസും അവരുടെ കോൺട്രാക്റ്റ് പ്രകാരം അവരുടെ എന്താ പറയുക ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ it is a contract where both parties to the contract have still to perform their respective obligation. അവർ ഇപ്പോഴും അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ്. മൂന്നാമത്തത് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റീൻ്റെ ബേസിൽ കോൺട്രാക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെന്തൊക്കെ വരുന്നത് വെച്ചാൽ, ഫസ്റ്റ് വൺ വാലിഡ് കോൺട്രാക്റ്റ്, സെക്കൻഡ് വൺ വോയിഡ് കോൺട്രാക്റ്റ്, ദെൻ തേർഡ് വൺ വോയിഡബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, എൻഫോഴ്സബിലിറ്റീൻ്റെ ബേസിൽ മൂന്നായിട്ട്, ഫസ്റ്റ് ക്രിയേഷൻ്റെ ബേസിൽ, ദെൻ നമ്മൾ രണ്ടാമത്തത് നോക്കിയത് എക്സിക്യൂഷൻ്റെ ബേസിൽ, മൂന്നാമത്തത് എൻഫോഴ്സബിലിറ്റീൻ്റെ ബേസിൽ. എൻഫോഴ്സബിലിറ്റീൻ്റെ ബേസിൽ ഫസ്റ്റ് വൺ വാലിഡ് കോൺട്രാക്റ്റ്. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, a contract which satisfies all the conditions prescribed by law is a valid contract. ഒരു വാലിഡ് എന്ന് പറഞ്ഞാൽ എന്താ, വാലിഡ് ആയിട്ടുള്ള, അതായത് ഒരു ലോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ ഫോളോ ചെയ്തിട്ട് അതിനെ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. രണ്ടാമത്തത് വോയിഡ് കോൺട്രാക്റ്റ് ആണ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ
വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിത്തൗട്ട് എനി ലീഗൽ എഫക്ട്സ് ആൻഡ് ഇറ്റ്സ് നള്ളിറ്റി. അതായത് ഒരു ലീഗൽ എഫക്ട്സും ഉണ്ടാവില്ല, വോയിഡ് ആയിരിക്കും. ലീഗൽ ഫോർമാലിറ്റീസോ ലീഗലായിട്ടുള്ള ഇതോ ഒന്നുമില്ലാതെ നള്ളായിരിക്കും. അങ്ങനത്തെ കോൺട്രാക്റ്റിനെയാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. യു ഷുഡ് നോട്ട് ദാറ്റ് എ കോൺട്രാക്ട് ഈസ് നോട്ട് വോയിഡ് ഫ്രം ഇറ്റ്സ് ഇൻസ്പെക്ഷൻ. ഇറ്റ് ഈസ് എ വാലിഡ് ബൈൻഡിങ് അപ്പോൺ ദ പാർട്ടീസ് വെൻ മെയ്ഡ് ബട്ട് സബ്സിക്വൻറ്റ്. അത് ഇത് എഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ആ കോൺട്രാക്റ്റിലേക്ക് വരാമെന്ന് പറയുന്ന സമയത്ത് അത് വാലിഡ് ആയിരിക്കും. പക്ഷെ പിന്നെ അതിനുള്ള ലീഗൽ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് എന്താണ്? വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറും. വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നു. ദെൻ മൂന്നാമത്തത് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? An agreement which is enforced by the law at the opinion of one or more of the parties thereon but not the opinion of their other is a voidable contract. അതായത് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ലോ എൻഫോഴ്സ് ചെയ്യുന്നതായിരിക്കും. വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ്, അതിൽ ഒന്നോ അതിലധികമോ പാർട്ടീസ് ഉണ്ടായിരിക്കും. അവരുടെ ഒപ്പീനിയൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് അത്തരം കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ദ ലോ, ദ ഒപ്പീനിയൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ്, ഒന്നോ അതിലധികമോ പാർട്ടീസിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് എന്താ പറയുക, ബട്ട് നോട്ട് ദ ഒപ്പീനിയൻ ഓഫ് ദ, വേറെ ആൾക്കാരെ ഒപ്പീനിയൻ എടുക്കാതെ ഈ ഇതിലുള്ള ഒന്നോ അതിലധികമോ ആൾക്കാരുണ്ടാവും ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് നമ്മൾ ഒരു കാര്യം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിനാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ അവോയ്ഡബിൾ കോൺട്രാക്റ്റ് ഈസ് വൺ വിച്ച് ക്യാൻ ബി സെറ്റ് അസൈഡ് ഓർ repudiated at the opinion of the aggrieved party. ഓക്കെ, അപ്പോൾ അതാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. അപ്പം കോൺട്രാക്റ്റ് പിടിച്ചു. വാട്ട് ഈസ് കോൺട്രാക്റ്റ് നമ്മൾ നോക്കി. കോൺട്രാക്റ്റ് എന്താണ്? എഗ്രിമെൻറ്റിൻ്റെ എൻഫോഴ്സിബിലിറ്റീനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ കോൺട്രാക്റ്റിന് നമ്മൾ അതിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ, രണ്ടാമത്തത് എൻഫോഴ്സബിലിറ്റി, എക്സിക്യൂഷൻ. അതിൻ്റെ 3ൻ്റെ ബേസിലുള്ള ഡിഫറൻസ് നോക്കി. എക്സിക്യൂഷനിൽ ക്രിയേറ്റീവിനേക്കാൾ എൻഫോഴ്സിബിലിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് 3 എണ്ണമാണ്. വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, ദെൻ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കി. ദെൻ വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം അടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വോയിഡബിൾ കോൺട്രാക്റ്റും വോയിഡ് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും അതാണ് നമ്മൾ നോക്കുന്നത്. വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിൾ. അപ്പോൾ നിങ്ങൾക്ക് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വോയിഡ് ഫ്രം വെരി ബിഗിനിങ്. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് തൊട്ടേ അതെന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. നമുക്കറിയാം ഇത് വോയിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണെന്നുള്ളത്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ കേസ് നമ്മൾ തുടങ്ങുമ്പോൾ അതെന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഗൽ വാലിഡിറ്റി ഉണ്ടാവും. പക്ഷെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് അത് എന്താ വോയിഡബിൾ ആവുന്നത്. ഇറ്റ് റിമൈൻസ് വാലിഡ് ടിൽ ഈസ് repudiated by the aggrieved party. ഓക്കെ, ദെൻ വോയിഡ് എഗ്രിമെൻറ്റിൽ രണ്ടാമത്തെ പോയിന്റ്, ദ കോൺട്രാക്ട് ഈസ് വോയിഡ് ഇഫ് എനി എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ് കോൺട്രാക്ട് ഈസ് വോയിഡ് ഇഫ് എനി എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാതാവുന്ന സമയത്താണ് അതെന്താവുന്നത്? വോയിഡ് ആവുന്നത്. മറ്റേത് വോയിഡബിൾ ആവുന്നത് എപ്പോഴാണ്? എ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ ഇഫ് ദ കൺസെൻറ്റ് ഓഫ് എ പാർട്ടി ഈസ് നോട്ട് ഫ്രീ. ഒരു പാർട്ടീൻ്റെ കൺസെൻറ്റ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് കോൺട്രാക്റ്റ് എപ്പോഴും എന്താവുന്നത്? വോയിഡബിൾ ആവുന്നത്. ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി പാർട്ടി. ഏത് പാർട്ടിക്ക് വേണമെങ്കിലും വോയിഡ് എഗ്രിമെൻറ്റിനെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വോയിഡബിൾ കോൺട്രാക്റ്റിൽ നമുക്ക് അങ്ങനെ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ പറ്റില്ല എന്നെങ്ങനെയാണ്? ഇഫ് ദ അഗ്രീവ്ഡ് പാർട്ടി സോ ഡിസൈഡ് ദ കോൺട്രാക്ട് മേ കണ്ടിന്യൂ ടു ബി വാലിഡ് ആൻഡ് എൻഫോഴ്സബിൾ. നമ്മൾ പറഞ്ഞല്ലോ ഒന്നോ അതിലധികമോ പാർട്ടീസ് ഉണ്ടാവും. അവരാണ്
അത് മുന്നോട്ടേക്ക് വാലിഡായിട്ട് കൊണ്ടുപോകണ്ടോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അവരെ ഒപ്പീനിയൻ അനുസരിച്ചായിരിക്കും. അപ്പോൾ വോയിഡബിൾ കോൺട്രാക്റ്റിൽ അവരെ തീരുമാനത്തിനനുസരിച്ചേക്കും അത് എൻഫോഴ്സിബിൾ ഉണ്ടാവുക. 4ാമത്തെ പോയിന്റ് എന്താ? തേർഡ് പാർട്ടി ഡസ് നോട്ട് അക്വയർ ദ റൈറ്റ്സ്. മൂന്നാമതൊരാൾക്ക് വോയിഡ് എഗ്രിമെൻറ്റിൽ 2 പേര് തമ്മിലായിരിക്കും ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാന്ന് പറഞ്ഞു. അവിടെ മൂന്നാമതൊരാൾക്ക് എന്താ പറയുക, അയാൾക്ക് റൈറ്റ്സ് ഉണ്ടാവില്ല. പക്ഷേ വോയിഡബിൾ കോൺട്രാക്റ്റിലോ ഇന്നസെൻറ്റ് പാർട്ടി ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ കൺസിഡറേഷൻ അക്വയർസ് ഗുഡ് ടൈറ്റിൽ ബിഫോർ ദ കോൺട്രാക്ട് ഈസ് അവോർഡഡ്. അവിടെയും നമ്മൾ അതിലെ പാർട്ടീസിനായിരിക്കും അതിൻ്റെ റൈറ്റ്സ് ഉണ്ടാവുക. ദെൻ 5th പോയിന്റ്, ലാപ്സ് ഓഫ് ടൈം വിൽ നോട്ട് മേക്ക് ഇറ്റ് വാലിഡ് കോൺട്രാക്റ്റ്, ഇറ്റ് ഓൾവേസ് റിമൈൻസ് വോയിഡ്. അതായത് അതിൻ്റെ ടൈം കഴിയുന്ന സമയത്ത് എഗ്രിമെൻറ്റ് വോയിഡ് എഗ്രിമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും, വോയിഡായിട്ട് മാറും. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടാവും. മറ്റേത് എങ്ങനെയായിട്ട് നോട്ട് അവോർഡഡ് വിത്ത് ദ റീസണബിൾ ടൈം, അതിലൊരു റീസണബിൾ ടൈം ഉണ്ടാവില്ല വോയിഡബിൾ കോൺട്രാക്റ്റിന്. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉള്ളത്, ക്വസ്റ്റ്യൻസ് ഓഫ് ഡാമേജ് ഡസ് നോട്ട് എറേസ്. മറ്റേതിൽ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻസ് എറേസ് ചെയ്യും എവിടെ, വോയിഡ് കോൺട്രാക്റ്റിൽ. അപ്പോൾ അത്രയും ഡിഫറൻസ് ആണ് ഇത് രണ്ടും തമ്മിലുള്ളത്.